നമസ്കാരം. പാവപ്പെട്ടവനെ കൂട്ടിയിട്ട് കത്തിക്കുന്ന താലിബാന്റെ കാട്ടുനീതി, ഇതാണോ നീതി? ഇവിടുത്തെ മുല്ലമാർക്ക് ഉപദേശം കൊടുക്കും, പാവപ്പെട്ടവന്റെ തല വെട്ടും, ഒരേ കുറ്റത്തിന് പല ശിക്ഷ വിധിക്കുന്ന നാട്. കഷ്ടമാണ്. അഫ്ഗാനിസ്ഥാനിൽ മനുഷ്യാവകാശങ്ങളെ പാടെ തള്ളിക്കൊണ്ട് താലിബാൻ ഭരണകൂടം പുതിയൊരു ക്രിമിനൽ നിയമം അവിടെ നടപ്പിലാക്കിയിരിക്കുന്നു. പുതിയ നിയമപ്രകാരം അഫ്ഗാൻ സമൂഹത്തെ തന്നെ നാലായി തരംതിരിച്ചിരിക്കുന്നു. ജനങ്ങളെ നാലായി തരംതിരിച്ചിരിക്കുന്നു. ഒരേ കുറ്റത്തിന് ഓരോ വിഭാഗത്തിനും പലതരം ശിക്ഷകൾ നൽകുന്നു. സമൂഹത്തെ 4 തട്ടുകളായി തിരിക്കുന്ന ഈ നിയമം എന്ന് പറയപ്പെടുന്നത് മതപണ്ഡിതന്മാർക്കും ഉന്നതർക്കും കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതോടൊപ്പം ദരിദ്രർക്കും സാധാരണക്കാർക്കും കടുത്ത ശിക്ഷകൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ജനുവരി 4-ന് താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുൽ അഖുദ്സാദ ഈ പുതിയ നിയമസംഹിതയിൽ ഒപ്പുവച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നടപ്പിലാക്കിയ പുതിയ ക്രിമിനൽ നിയമം സമൂഹത്തെ 4 വർഗങ്ങളായി തിരിച്ച് നീതി നിർവഹണം നടത്തുന്നു എന്നുള്ള പ്രത്യേകത. എന്തൊരു നാടിത്! ഈ നിയമപ്രകാരം ഒരേ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ പ്രതിയുടെ സാമൂഹിക നില അനുസരിച്ച് വ്യത്യാസപ്പെടുന്നുവെന്ന്. അഫ്ഗാനിസ്ഥാനിൽ ജനങ്ങളെ ശ്രേണികളാക്കി വിഭജിച്ചതിൽ വിവാദം പുകയുമ്പോഴും താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുൻസാഗത ഒപ്പിട്ട പുതുതായി നടപ്പിലാക്കിയ ക്രിമിനൽ നടപടിക്രമ നിയമപ്രകാരമാണ് അഫ്ഗാനിസ്ഥാനിൽ വർഗാധിഷ്ഠിത നീതിന്യായ വ്യവസ്ഥ ഔപചാരികമായി സ്ഥാപിച്ചത്. അപ്പോൾ ഈ നീക്കം മനുഷ്യാവകാശ സംഘടനകൾക്കിടയിൽ വലിയ എതിർപ്പിന് കാരണമായിരിക്കുന്നു. 2026 ജനുവരി 4-ന് പുറപ്പെടുവിച്ചതും രാജ്യത്തുടനീളമുള്ള കോടതികളിലേക്ക് വിതരണം ചെയ്തതുമായ പുതിയ കോഡ് അഫ്ഗാൻ മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള റാവദാരിക്ക് ലഭിച്ചു. 3 വിഭാഗങ്ങളിലും 10 അധ്യായങ്ങളിലുമായിട്ട് 119 ലേഖനങ്ങൾ രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സാമൂഹിക ശ്രേണി പ്രകാരം നീതിന്യായ വ്യവസ്ഥ നടപ്പാക്കണമെന്നതാണ് പുതിയ പ്രധാനമായിട്ടുള്ള ആവശ്യം. അഫ്ഗാൻ സമൂഹത്തെ 4ആയി തരംതിരിക്കുന്നു. അതിൽ മതപണ്ഡിതർ, ഉലമ അല്ലെങ്കിൽ മുല്ലമാർ, വരേണ്യവർഗം അല്ലെങ്കിൽ അഷ്റഫ്, മധ്യവർഗം, താഴ്ന്ന വർഗം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി വിഭജിക്കുന്ന ആർട്ടിക്കിൾ 9 അതാണ് വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. ഈ സംവിധാനത്തിൽ ഒരേ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ ഇനി പ്രധാനമായിട്ടും കുറ്റകൃത്യത്തിന്റെ സ്വഭാവമോ തീവ്രതയോ അനുസരിച്ചായിരിക്കില്ല, മറിച്ച് പ്രതിയുടെ സാമൂഹിക നിലയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിയമാവലി പ്രകാരം ഒരു ഇസ്ലാമിക മതപണ്ഡിതൻ ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിനുള്ള നടപടി ഉപദേശത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തി കുറ്റവാളി ഉന്നത വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ കോടതിയിലേക്ക് വിളിപ്പിക്കുകയും ഉപദേശം നൽകുകയും ചെയ്യും. ഇനി മധ്യവർഗം എന്ന് വിളിക്കപ്പെടുന്നവരാണ് ഇതേ കുറ്റം ചെയ്യുന്നതെങ്കിൽ ഇതേ കുറ്റം തടവ് ശിക്ഷയ്ക്ക് കാരണമാകും മധ്യവർഗത്തിന്. എന്നാൽ താഴ്ന്ന വിഭാഗത്തിൽ പാവപ്പെട്ടവന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് ശിക്ഷ തടവിലേക്കും ശാരീരിക ശിക്ഷയിലേക്കും വധശിക്ഷയിലേക്ക് വരെ മാറ്റിയേക്കാം. ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള അഫ്ഗാനികളെ കൂടുതൽ കഠിനവും അക്രമാസക്തവുമായിട്ടുള്ള ശിക്ഷകൾക്ക് വിധേയരാക്കുമ്പോൾ പുരോഹിതന്മാർക്കും മതനേതാക്കൾക്കും പൂർണ്ണമായ പ്രതിരോധം വ്യവസ്ഥ നൽകുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനകളടക്കം പറയുന്നു. മതത്തെ വീണ്ടും പൊതിഞ്ഞു കെട്ടുവാനുള്ള താലിബാന്റെ ഈ ക്രൂരമായ നീക്കം മതപണ്ഡിതന്മാർ, മതപുരോഹിതന്മാർ എന്ന് പറയപ്പെടുന്ന വൃത്തികെട്ടവന്മാരെ സംരക്ഷിക്കുവാനുള്ള ഒരു നിയമമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നീതിന്യായ വ്യവസ്ഥയല്ല എന്നും നിയമപരമായിട്ട് ക്രോഡീകരിക്കപ്പെട്ട ഒരു പ്രത്യേക അവകാശ ശ്രേണിയാണ് എന്നും നിയമത്തിനു മുന്നിൽ തുല്യത എന്ന തത്വത്തെ ഈ കോഡ് നശിപ്പിക്കുകയും സ്ഥാപനവൽക്കരിച്ച വിവേചനം ഉപയോഗിച്ച് അതിനെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നു എന്നുള്ള മുന്നറിയിപ്പ് പല സാമൂഹിക സംഘടനകളും ഈ പ്രസ്താവനകളിലൂടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? ആ നാട്ടിൽ കുറ്റകൃത്യത്തിന് ആനുപാതികമായിട്ടും സാമൂഹിക പശ്ചാത്തലത്തിലല്ല വ്യക്തിഗത ഉത്തരവാദിത്തത്തെ അടിസ്ഥാനമാക്കിയുമാണ് ശിക്ഷ നൽകേണ്ടത് എന്ന് കരുതുന്ന ആധുനിക ക്രിമിനൽ നിയമത്തിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് പോലും വ്യതിചലിക്കുന്നതാണ് നീക്കമെന്ന്, അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത കോഡ് സംവിധാനം എന്ന് നിയമവിദഗ്ധർ അടക്കം അഭിപ്രായപ്പെടുമ്പോഴും കുലുക്കമില്ല താലിബാൻ ഭരണകൂടത്തിന്. ഞാൻ ആദ്യം സൂചിപ്പിച്ച മതപണ്ഡിതന്മാർ, ഉലമകൾ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള മുല്ലമാരെന്ന് പറയും. ഇവന്മാർ കുറ്റം ചെയ്താൽ വെറും ഉപദേശത്തിൽ ശിക്ഷ ഒതുങ്ങുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇവന്മാർക്ക് എന്താ കൊമ്പുണ്ടോ? അപ്പോൾ ഇസ്ലാം മതപണ്ഡിതന്മാരായിട്ടുള്ള ഉലമമാരോ മുല്ലമാരോ ആയിട്ടുള്ളവന്മാർ ചെയ്യുന്ന കുറ്റങ്ങൾ എന്ത് തന്നെയായിട്ട് അത് സ്ത്രീ പീഡനമടക്കം ഉപദേശത്തിൽ ഒതുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ഒരു ശിക്ഷ ഒതുക്കുവാൻ അല്ലെങ്കിൽ ഈ മതപണ്ഡിതന്മാരെ സംരക്ഷിക്കുവാനാണ് താലിബാനിൽ മതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, മതത്തെ മൂടിക്കെട്ടിക്കൊണ്ട് മതപണ്ഡിതന്മാരായ തെണ്ടികളെ ഈ ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് നിയമത്തിന് മുന്നിൽ പൂർണ്ണ പരിരക്ഷ ലഭിക്കുന്നു.
ഉന്നതർക്ക് കോടതിയിൽ നിന്ന് സമൻസും തുടർന്ന് ഉപദേശവും ലഭിക്കും. എന്നാൽ മധ്യവർഗം കുറ്റം ചെയ്താൽ ജയിൽ ശിക്ഷ അനുഭവിക്കാം. പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള വിഭാഗത്തിന് ജയിൽ ശിക്ഷയ്ക്ക് പുറമെ ചാട്ടവാറടി ഉൾപ്പെടെയുള്ള ശാരീരിക പീഡനങ്ങളും എന്തിന് നാളെ വേണമെങ്കിൽ വധശിക്ഷ വരെ ഇവന്മാർ നടപ്പിലാക്കും. കുറ്റം ചെയ്യുന്നത് ഒരേ കുറ്റമാണെങ്കിൽ കൂടിയും 4 വിഭാഗങ്ങളായി വിഭജിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകതരം അടിമത്തം. സത്യത്തിൽ അടിമത്തമാണ് ഈ തിരികെ വരുന്നതെന്ന് പറയാം. അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുള്ള അടിമത്തം താലിബാൻ നിയമപരമായി പുനഃസ്ഥാപിച്ചു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത എന്ന് പറയപ്പെടുന്നത്. നിയമപുസ്തകത്തിലെ പല ഭാഗങ്ങളിലും സ്വതന്ത്രരെന്നും അടിമകളെന്നും ജനങ്ങളെ വേർതിരിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇത് ആധുനിക ലോകത്തിന് കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ് എന്നുള്ളതാണ്. പ്രതികൾക്ക് അഭിഭാഷകനെ വയ്ക്കുവാനോ നിശബ്ദത പാലിക്കുവാനോ ആ നിശബ്ദതയിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുവാനോ അവകാശമില്ല എന്നുള്ളതാണ്. കുറ്റസമ്മത മൊഴികളാണ് ശിക്ഷയ്ക്ക് ആധാരമായിട്ട് സ്വീകരിക്കുക. ഇത് ക്രൂരമായ പീഡനങ്ങളിലൂടെ മൊഴി വാങ്ങാൻ ഇടയാക്കുമെന്നുള്ളതാണ്. അതായത് സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവനെ ശാരീരിക പീഡനങ്ങളിലൂടെ കൃത്യമായിട്ടും കുറ്റസമ്മത മൊഴികളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉറപ്പ്, പീഡനം ചെയ്താലും സ്ത്രീ പീഡനം ചെയ്താലും ഈ മുല്ലമാർ അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ എന്ന് പറയുന്നവന്മാർ രക്ഷപ്പെടും. അതേസമയം അതേ കുറ്റം പാവപ്പെട്ടവൻ ചെയ്താൽ അവനെ ക്രൂരമായ പീഡനങ്ങളിലൂടെ ജയിലഴികൾക്കുള്ളിലേക്ക് അടയ്ക്കപ്പെടും. ഇനി മറ്റൊന്ന്, നൃത്തം ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ അനാശാസ്യമെന്ന് തോന്നുന്ന കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നതാകട്ടെ, ഇവയ്ക്കൊക്കെ കഠിനമായ ശിക്ഷ ലഭിക്കും. ഇവ നിർവചിക്കുവാനുള്ള പൂർണ്ണ അധികാരമെന്ന് പറയപ്പെടുന്നത് ജഡ്ജിമാർക്ക് തന്നെയാണ്. എങ്കിലും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന തത്വം താലിബാൻ പാടെ ഇല്ലാതാക്കിയിരിക്കുന്നു. നീതി എന്നത് അധികാരവും പദവിയും നോക്കി മാത്രം തീരുമാനിക്കപ്പെടുന്ന ഒന്നായി മാറ്റിയിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര സമൂഹവും ഈ കരിനിയമത്തിനെതിരെ അടിയന്തരമായിട്ട് ഇടപെടണമെന്ന് മനുഷ്യാവകാശ സംഘടനകളടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ സത്യത്തിൽ കൂടുതൽ ഇരുളടഞ്ഞ കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള മുന്നറിയിപ്പാണ് ഈ നിയമം നൽകുന്നത്. ഇതുപോലുള്ള മതാന്തന്മാരെ ഈ മനുഷ്യ സമൂഹത്തിന് വേണ്ട എന്ന് തീരുമാനിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോഴും ഈ മതത്തിന്റെ പേരിൽ മനുഷ്യരെ കൊന്നു തള്ളുന്ന ഇവന്മാരെയാണ് ആദ്യം നിലയ്ക്ക് നിർത്തേണ്ടത്. അതിന് ഐക്യരാഷ്ട്രസഭയോ അന്താരാഷ്ട്ര സമൂഹവും ഒക്കെ ഉണർന്നെണീക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.